ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ എല്ലാം ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. സോ നമ്മൾ വീണ്ടും വീഡിയോ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ തിരുവോണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിട്ടത്തിൻ്റെ അന്ന് ഞാനും കണ്ണനും കൂടി ഇവിടെ മെറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ ഒരു ഫെയർ നടക്കുന്നുണ്ട്. സോ ഗുണാവ് കേവ് തീമിലാണ് ആ ഒരു ഫെയർ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ വൈകുന്നേരം കുറച്ച് ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനും മോനും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ കറങ്ങാൻ ഇറങ്ങി. റോട്ടിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഓണം കഴിഞ്ഞതിൻ്റെ നെക്സ്റ്റ് ഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 5:45, 6 ഒക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ അവിടെ ഫെയറിൻ്റെ അവിടെ എത്തിയത്. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര റഷാണ്. റോഡിലൊക്കെ ഭയങ്കര ക്രൗഡാണ്. പിന്നെ ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും എന്ന് വെച്ചാൽ ഭയങ്കര ഇതായി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭയങ്കര ക്യൂ ആണ്. ലെങ്ത് ആയിരുന്നു ക്യൂവിൽ. പക്ഷേ ക്യൂ പെട്ടെന്ന് അവർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവരൊരു 3rd കൗണ്ടറും കൂടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേഗം തന്നെ ടിക്കറ്റൊക്കെ കിട്ടി. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 5 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കും ടിക്കറ്റ്സ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ കേവിൻ്റെ അങ്ങോട്ടേക്ക് പോകും. ിലേക്ക് കയറി. അപ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസിലേക്ക് ഈ ഒരു കേവ് ഉണ്ട്. ലൈറ്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാത്രം മറ്റേ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മഞ്ഞുമ്മൽ ബോയ്സിലെ ആ ഒരു കുട്ടേട്ട എന്നുള്ള ആ ഒരു പോർഷനൊക്കെ അവർ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ഇതിനുള്ളിൽ ഒക്കെ നടക്കുന്നത് ഫുൾ ഇരുട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാനും കണ്ണനും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേവിൻ്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബേർഡ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ ലൈവായിട്ട് തന്നെ അവർ ബേർഡ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് റെപ്റ്റൈൽസിനെയും ബേർഡ്സിനെയൊക്കെ കയ്യിലെടുത്തിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു ടൈപ്പ് സ്റ്റുഡിയോ പോലെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് എക്സ്ട്രാ എന്തോ കോസ്റ്റ് ഉണ്ട്. ഐ തിങ്ക് 100 റുപ്പീസ് എന്തോ ആണ് പെർ ഫോട്ടോ അത് ചെയ്യണതിന്. പിന്നെ വരുന്നത് കുറേ ടൈപ്സ് ഓഫ് ഫിഷസ് ആണ്. കഴിഞ്ഞ വർഷവും എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അക്വേറിയം ഉണ്ടായിരുന്നു. സെയിം ടൈപ്പ് ഓഫ് ഫിഷസും കാര്യങ്ങളൊക്കെ. ഒരു 3-4 റൗണ്ട്സ് ആ ഒരു ഫിഷും അക്വേറിയത്തിൻ്റെ ഒരു സെക്ഷനാണ് വരുന്നത്. ും നമ്മുടെ സ്ഥിരം എക്സിബിഷന് കാണുന്ന കുറേ സ്റ്റോൾസൊക്കെയാണ്. കുറേ ടൈപ്പ് ഷർട്ട്സ് ഉണ്ട്. അതേപോലെ തന്നെ കുർത്ത മെറ്റീരിയൽസും ചുരിദാർ സെറ്റ്സും ഉണ്ട്. ഇതിനൊക്കെ 500 റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പക്ഷേ തിരക്ക് കാരണം ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് നോക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ടായില്ല. അതേപോലെ തന്നെ ഇത് സാരിയാണ്. 1350 ആണ് അതിൻ്റെ ഫിക്സ്ഡ് പ്രൈസ് ഇട്ടിരിക്കണേ. ഇത് 350 റുപ്പീസ് വരുന്ന നൈറ്റീസിൻ്റെ ഒരു കളക്ഷനാണ്.
അപ്പോൾ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറേ റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. യൂഷ്വലി നമ്മൾ ഫെയറിലൊക്കെ കാണാറുള്ള റൈഡ്സാണ്. ഡാൻസിങ് കാർ, ജൈൻറ്റ് വീൽ, അങ്ങനത്തെയൊക്കെ 80 റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 8 മണീൻ്റെ അടുത്ത് ആവാറായി. അപ്പോൾ പിന്നെ ഞാനും മോനും പിന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല ഇതിലൊന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ അയച്ച് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.